ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ആദില, നൂറ ആൻഡ് ഷാനവാസ്, നെവിൻ, അനുമോൾ, ലക്ഷ്മി പിന്നെ എല്ലാവരോടും അടി കൂടുന്നുണ്ട്. ലക്ഷ്മി അങ്ങോട്ടും പറയുന്നു ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇത്തിരി സൈലൻ്റ് എങ്കിലും ഇച്ചിരിയെങ്കിലും സൈലൻ്റ് ഉള്ളത് അനീഷാണ്. ഒട്ടും മോശമല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെയും കുത്തിത്തിരിപ്പുണ്ട്. പിന്നെ അക്ബർ, ആര്യൻ, അനുമോള് മൊത്തത്തിൽ അടി തന്നെ, പൂരപ്പറമ്പിന് തുല്യം. നല്ലൊരു മാർക്കറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര തന്നെയാണ് ബിഗ് ബോസിൻ്റെ ലൈവ് കണ്ടാൽ മനസ്സിലാകുന്നത്. എപ്പിസോഡും വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ മറ്റൊരു പകർപ്പ് അത്രയേ ഉള്ളൂ. ഒരു കാര്യം സ്പഷ്ടമാണ്, ആദിലയും നൂറയും തമ്മിൽ നല്ല അന്തരമുണ്ട്. നൂറയെ സപ്പോർട്ട് ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് പലരും എൻ്റെ അടുത്ത് തോന്നിട്ട് നൂറ അത്ര നല്ല ഒന്നുമല്ല, നൂറ ഭയങ്കര കുഴപ്പമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് സീസൺ ആണ് റിവ്യൂ ചെയ്യുന്നത്. അതിനകത്ത് നൂറ സൈലൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഷാനവാസുമായിട്ട് ഇപ്പോൾ ഉള്ള ഈ ഇഷ്യൂവിൽ നൂറ എന്തു പറഞ്ഞു? നൂറ സൈലൻ്റ് ആണ്. നൂറ ഈ വിഷയത്തിലേ ഇല്ല, നൂറ മാറി നിൽക്കുകയാണ്. ആദിലയും ഷാനവാസും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ആദില നൂറ അത് പറഞ്ഞ് അവരെ പേരും കൂടെ പറയണമെന്നതിനപ്പുറം നൂറ ഈ വിഷയത്തിലില്ല. നൂറ കൺഫ്യൂസ്ഡ് ആണ്. മാത്രമല്ല, എനിക്ക് ഷാനവാസ് അടുത്ത് സംസാരിക്കണം, എന്താണ് ഇതിനകത്തുള്ളത് എന്ന് അറിയണമെന്ന് പറയുന്നിടത്ത് ആ പെൺകുട്ടി ജെന്യൂനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം മറ്റൊരു രീതിയിലാണോന്നല്ല, ഔട്ട്സൈഡറിലുള്ള കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ കുടുംബത്തിനെ തള്ളി പറഞ്ഞ പെറ്റുമായ പൊക്കൃത്തരം പറഞ്ഞ ആ പെൺകുട്ടിയോട് എനിക്ക് യാതൊരു പൊരുത്തവും ഇല്ല, എനിക്കിഷ്ടവും ഇല്ല. പക്ഷേ അതിനകത്ത് കിടക്കുന്ന കാര്യങ്ങളിലേ പറയാൻ പറ്റൂ. അവിടെ ആ പെൺകുട്ടി അറിയാതെ പലതും നടക്കുന്നുണ്ട്. അതിലെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, അതിലെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, അതിലെ പറയുന്നതെല്ലാം അന്തം വിട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന നൂറയ്ക്ക് നല്ല പറ്റാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. അതിനകത്ത് അതാണ് സംഭവിക്കുന്നത്. അത് കണ്ട് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാൽ വന്ന എപ്പിസോഡിനകത്ത് ഷാനവാസ് ഫ്രൈ ആയിരുന്നല്ലോ നടന്നത്. അക്ബറിന് വേണ്ടിയിട്ട് ഫ്രൈ നടത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഷാനവാസിന് ഒരു അലർട്ട് നോട്ടീസും കൂടെ കൊടുത്തിട്ട് പോയതാണ് മോഹൻലാൽ എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സർക്കിളിൽ കിടന്ന് താൻ തന്നെ നശിപ്പിക്കുന്നുണ്ടെന്നൊരു വിചിന്തനമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഷാനവാസിന് വളരെ വേദന തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദില നൂറയും ആദിലയെ തല്ലിയ കാര്യം മോഹൻലാൽ പറയുമ്പോൾ ആദില മിണ്ടാതിരുന്നു എന്നുള്ളത് ഷാനവാസിനെ വേദനിപ്പിച്ചിരുന്നു. അതെന്തുകൊണ്ട്, അത് ഞങ്ങളുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ് എന്ന് ആദില പറയണമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഷാനവാസ് മൊത്തത്തിൽ കിളിപോയി നിൽക്കുകയാണ്. അതൊരു ഷോയാണെന്നും ആ ഷോയിലൊരു പാർട്ടിസിപ്പൻറ്റ് മാത്രമാണ് ആദില നൂറ എന്നുള്ളതും പുള്ളിക്ക് മറന്നുപോയിരിക്കുന്നു. പുള്ളി അവിടെ ചേട്ടച്ചൻ കളിക്കാനും പാപ്പ കളിക്കാനുമായിട്ട് ചെന്ന് കയറിയതാണ്. ഇതിനകത്ത് എനിക്ക് വന്നൊരു കമൻ്റ് ഉണ്ട്, ആ ഒരു അഭിപ്രായം ഇതിനകത്ത് ചേർക്കണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കമൻ്റ് ഇങ്ങനെയാണ്: അച്ഛനെ കാണുന്നത് പോലെയാണ് അനീഷിനെ, അതുകൊണ്ടാണ് എനിക്ക് അനീഷിനോട് ദേഷ്യമെന്ന് പറഞ്ഞിരുന്നു ആദില. അതേ ആദില തന്നെ ഷാനാസിനോട് പറഞ്ഞിട്ടിരുന്നു, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വാപ്പായെ പോലെയാണ് തോന്നണേന്ന്. ഈ രണ്ട് വാപ്പ ഉണ്ടോ പുള്ളിക്കാരത്തേക്ക്? ഒരു വാപ്പ തന്നെയല്ലേ? ഒരു വാപ്പയുടെ രണ്ട് ഇമോഷൻസ് ആയിരിക്കും അല്ലേ? എന്ത് തന്നെ ആയാലും ഈ വാപ്പാ പുരാണം പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ ലൈഫ് ആ പെണ്ണ് റൂയിൻ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ടാസ്കുകൾ, നല്ല ടാസ്കുകളാണ് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അനുമോളോട് കാണിച്ചത് ഒരുതരം അന്യായമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ആ നീട്ടിപ്പിടിക്കുന്ന സംഗതിയിലല്ല, ഒരു കയറ് കൊടുത്തിട്ട് ഒത്തിരി സമയം അതിനകത്ത് നല്ല പെർഫോമർ ആയിരുന്നത് അനുമോളാണ്. മറ്റോ രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അനുമോളാണ് നല്ല പെർഫോം ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവർക്ക് യൂറിൻ പാസ് ചെയ്യണമായിരുന്നു, അത് ട്രബിൾ ഉണ്ടായിരുന്നു, ഡ്രസ്സ് മാറ്റിയത്, അങ്ങനെ തുടങ്ങി ചുമ്മാതിരിക്കാതെ ആ ടാസ്കായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കളിച്ചത് അനുമോളാണ്. പക്ഷെ എവിടെയൊക്കെയോ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, അനുമോൾ ചുമ്മാ കളഞ്ഞു, അനുമോൾക്ക് അതൊരു ടാസ്കായിട്ട് എടുക്കാൻ അറിയത്തില്ല, അനുമോൾ അതിൻ്റെ സീരിയസ്നെസ് കളഞ്ഞു എന്നൊക്കെ. പിന്നെ അനുമോളിൻ്റെ കാര്യത്തിൽ ഈ ഒരു ലാസ്റ്റ് ഒരു റോപ്പ് പിടിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതായത് കുറേ നേരം എല്ലാവരും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കണമെന്നായിരുന്നു. അതിനകത്ത് 3 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ആ ഒരു ഹാളിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് 3 പേരും തുല്യമായിട്ട് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നീട്ടിപ്പിടിക്കുന്നതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ ഹെൽത്ത് ഉപയോഗിച്ച് ചെയ്തത് സാബുമോനാണ്. ആര്യം പിന്നെ ഊടായ്പിൻ്റെ ഉസ്താദാണ്. അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായവും ഇല്ല. അനുമോൾക്ക് പൊക്കക്കുറവായതുകൊണ്ട് ഒരു കൺസെഷൻ കൊടുക്കാമായിരുന്നു, പക്ഷെ അവിടെ അതൊന്നും നടന്നില്ല. ആകെ മൊത്തം അതൊരു ട്രബിളിലായിരുന്നു. അതിനകത്ത് വലിയ സിൻസിയാരിറ്റി ഒന്നുമില്ല. പിന്നെ ആരൊക്കെ കിടന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ സാബുമോനെ ജയിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷെ സാബുമോൻ അത് അർഹിക്കുന്നു കേട്ടോ. സ്ട്രോങ് ആയിട്ട് പുള്ളി അത് പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബെൻഡ് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആര്യൻ അപ്പോഴപ്പോഴെ ഓരോ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ടൊന്ന് റിലാക്സ് ചെയ്യും, പിന്നെ നീട്ടിപ്പിടിക്കും. അത് എങ്ങനെ മനസ്സിലാവുന്ന പറഞ്ഞാൽ, ഫൈനൽ ആരാണ് ജയിച്ചതെന്നങ്ങ് പറയുമ്പോൾ സാബുമോനെ പറയുമ്പോൾ
ആര്യനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സാബുമോൻ കൈ കടഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെല്ലാം പോയി തടവി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ആര്യനിക്ക് പ്രത്യേകിച്ച് അത് ഫീൽ ചെയ്തില്ല, കാരണം അത് സീരിയസ് ആയിട്ട് പുള്ളി കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം അനുമോൾ ആദ്യം തന്നെ വിട്ടുകൊടുക്കുന്നു. അനുമോൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, എന്നാലും എല്ലാവരോടും പറഞ്ഞതിനെ വിട്ടുകൊടുപ്പിക്കുന്നു. അത് ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അക്ബറും പിന്നെ ആര്യനും നവീനും ഒരു ടീമായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടീം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതില നൂറ, അനുമോൾ, ഷാനവാസ് ഒഴിഞ്ഞു, ഷാനവാസ് മാറി. ഈ ഷാനവാസും അനീഷും ലക്ഷ്മി എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ഷാനവാസും അനീഷും കൂടെ ഇപ്പോൾ ഒരു ഗോഷ്ഠിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എവിക്ഷൻ്റെ കാര്യം പറയുന്നത് കേട്ടപ്പോൾ എവിക്ഷനിൽ അനീഷ് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ എവിക്ഷനിലും അനീഷ് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അർത്ഥം പുള്ളിക്ക് ഷാനവാസ് ഔട്ടാകണം എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു മനസ്സിൽ. ഷാനവാസ് നല്ലൊരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെന്നുള്ള ഉറച്ച വിശ്വാസം അനീഷിൽ അങ്ങോട്ട് അടിച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ പുറത്താക്കുക എന്നൊരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് അനീഷ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എവിക്ഷൻ വന്നിട്ടും പുറത്താകാതെ, അതായത് മീൻസ് ഇതുപോലെ നോമിനേഷൻ വന്നിട്ട് കുറേയധികം നോമിനേഷൻസ് വന്നിട്ടും ഷാനാസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഷാനാസിന് നല്ല വോട്ട് കിട്ടുന്നതെന്നാണ് അർത്ഥം. പിന്നെ എന്തിനാണ് അനീഷ് അത് ചെയ്യണമെന്ന് അനീഷിന് കോമൺ സെൻസ് ഇല്ലേ? കിളിപോയതാണോ എന്നുള്ളത് ഡൗട്ട് എനിക്കില്ലാതില്ല. ഏതായാലും നല്ല ശക്തമായി മുന്നേറുന്നുണ്ട്. അക്ബറിൻ്റെ വെറും ക്രൂക്കിഡ് കാക്ര കുക്രി കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു എപ്പിസോഡ് റിവ്യൂ ചെയ്യുമ്പോൾ അക്ബർ ഒരുപാടടുത്ത് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിലും ഫേവർ കാണിക്കുന്നത് മുഴുക്ക ആര്യന് വേണ്ടിയിട്ടാണ്. അതെന്താ, അക്ബറിന് കപ്പ് വേണ്ടേ? ആര്യന് കപ്പ് വാങ്ങി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണോ അക്ബർ ഇങ്ങനെ നടക്കുന്നത്? എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. ആൻഡ് അനുമോളോട് അവർ കാണിക്കുന്നതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഓക്കെയാണ്. ഇത് ഫണ്ണി മോഡ് കഴിഞ്ഞാൽ അനുമോളും ആ ഒരു ടൈമിലാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ആ പെങ്കൊച്ചിനെ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുന്നുണ്ട്. ആര്യനോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ദേഹത്ത് തുടരുതെന്ന്. പക്ഷേ റിപ്പീറ്റഡ്ലി അത് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലൊരു പ്രവൃത്തിയല്ല. അതെന്തിനാണ് അങ്ങനെ ഒരു തമാശ അനുഭവിച്ചു കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരു പക്ഷേ ആര്യനെ കർശനമായിട്ട് മറ്റേ കൺഫെഷൻ റൂമിൽ വിളിച്ച് വിലക്കണം. അല്ലാതെ അത് മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അനുമോൾ അതിൽ ഇറിറ്റേഷൻ പറഞ്ഞ സ്ഥിതിക്ക് അത് റിപ്പീറ്റഡ്ലി ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധ ചെലുത്തും. കംപ്ലൈൻറ്റ് വേറെ രീതിയിൽ പോകും. തർക്കമേ വേണ്ട. കാരണം ഒരു പെൺകുട്ടിയെ അവഹേളിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമില്ല, അത് അവളുടെ പെർമിഷൻ അല്ല ടച്ച് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല, നടക്കൂല. അത് ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് പറഞ്ഞാൽ അവളത് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. അതൊരു ഒഫൻസാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഈ ഫുഡിൻ്റെ കാര്യവും ബാക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കാണിച്ച ഒരു പോക്കൃത്തരം അതും കൂടെ പറയാതെ പാടില്ല. മഹാവൃത്തികെട്ട ഒരു അറ്റംപ്റ്റ്, മഹാവൃത്തികെട്ടൊരു ടൈം എന്ന് ലക്ഷ്മി കാണിക്കേണ്ടായി. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അവൻ മിസ്റ്റേക്കിൽ ചെയ്തു, അല്ലെങ്കിൽ അവൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അത് ചെയ്തതെങ്കിൽ പോലും പിടിച്ച് വാങ്ങിച്ചെടുത്ത് അതിൽ നിന്ന് വടിച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചിട്ട് ഒരു പട്ടി ഷോ കാണിക്കുകയുണ്ടായി ലക്ഷ്മി. അത് ബോൾഡല്ല കേട്ടോ, അത് ഹറാം പറപ്പാണ്. അത് മഹാവൃത്തികെട്ടൊരു പരിപാടിയാണ് ലക്ഷ്മി ചെയ്തത്. അതിന് ബോൾഡ്നെസ് എന്നൊന്നും പറയത്തില്ല. അതിനൊരു എക്സ്പ്ലനേഷൻ ലക്ഷ്മി കൊടുക്കുന്നുണ്ട്. അവൻ ഭക്ഷണിയൊന്നും അല്ലായിരുന്നല്ലോ, ഉച്ചയ്ക്ക് തിന്നതല്ലേ, ഇത് ആക്രാന്തം കൂടി തിന്നതല്ലേ, ചിക്കൻ പീസ് എടുത്തു എന്നൊക്കെയാണ്. അപ്പം നമുക്ക് അതിനകത്ത് വലിയ വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അവർ തർക്കം പറയുന്നതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം റേഷനാണ്. ഇത്രയും ദിവസമായപ്പോൾ തന്നെ അവർ ഫുഡിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയെന്നാണ് മനസ്സിലാവുന്നത്. നല്ല റേഷനാണ്. നല്ല ഫുഡൊന്നും കിട്ടാനും ചാൻസ് വളരെ കുറവാണ്. വളരെ പരിമിതമായ ഫുഡ്, അതിനകത്ത് ഇത്ര പേരെ സംരക്ഷിക്കുക എന്നുള്ളത് അവിടെ ആ കിച്ചൺ ടാസ്ക് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം അത് കുറച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വസ്തുത. പക്ഷെ എന്നാലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പിടിച്ച് വലിച്ചു കൊണ്ടുപോയത് തെറ്റായൊരു നടപടിയാണ്. അത് തീർച്ചയായിട്ടും മോശപ്പെട്ടൊരു രീതിയാണ്. അതെനിക്ക് മോശമെന്ന് തന്നെ പറയാൻ തോന്നി. ബാക്കി ഫുഡ് ഉണ്ടാക്കാനൊക്കെ അവർ കാണിക്കുന്ന ഉത്സാഹവും എല്ലാവരുടെ യുണൈറ്റഡായി നിന്നുകൊണ്ട് അത് ചെയ്യുന്നതും, അനുമോൾ അവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നുള്ളത് വാസ്തവം. അല്ലെങ്കിൽ നല്ല പണിയായിരുന്നേനെ. ഏതായാലും അങ്ങറ്റം വരെ അനുമോൾ നിന്ന ഭക്ഷണത്തിന് അത്യാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അതൊരു കുക്ക് ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളതിൽ പേടിക്കേണ്ട കാര്യമില്ല. ഷാനവാസ് അവളെ ഹെൽപ്പ് ചെയ്യുന്നതും വളരെ ഇഷ്ടപ്പെട്ടു. ഇവർ തമ്മിലുള്ള ഫൈറ്റിനെ പറ്റി ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഷാനവാസും ആദിലയും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന്. വാസ്തവത്തിൽ ഷാനവാസിന് ഇങ്ങനെയൊരു ഇഷ്യൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് നൂറ ഷാനവാസിനെ ജഡ്ജ് ചെയ്യുന്നത്. സത്യത്തിൽ അതൊന്നുമല്ല. ഷാനവാസിന് മോഹൻലാൽ വന്ന സമയത്തുള്ള ഒരു സംഭാഷണം, അവിടെ വന്ന ഒരു ടോക്ക്, അത് അയാൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം അയാൾ ഭാര്യ, ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ തലയിൽ തൂക്കി വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം
അവർ ഡിസ്കസ് ചെയ്തു എന്ന് മോഹൻലാൽ പറയുകയാണ്. അതിൽ കൂടെ മനസ്സിലായ അദ്ദേഹം പിന്നീട് എവിക്ഷനിലും ഇതേ സെയിം റീസൺ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ എവിക്റ്റ് ചെയ്തിട്ടുണ്ട്, എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നത് ഷാനവാസിൽ ആ ബലം ഉറപ്പിച്ചു. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആദില തന്നെയാണെന്ന് അവന് മനസ്സിലായി. നൂറെ അവന് സംശയമില്ലെന്ന് തോന്നുന്നു, ആദിലയാണ്. അത് സത്യവുമാണ്. പക്ഷെ നൂറ ഭയങ്കര കള്ളിയാണ്. നമ്മളൊക്കെ കണ്ടതാണ് എവിക്ഷനിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് ഈ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ലക്ഷ്മിയോട് പറയുന്നു, നൂറയോട് പറയുന്നു. നൂറയോടെ അവളത് മറക്കേണ്ട കാര്യമില്ലല്ലോ, പക്ഷെ അവിടെയും അവളത് പറയുന്നു. ഇത് കയ്യോടെ പിടിപെടും ആദില എന്നുള്ളതാണ്. മേ ബി അത് മോഹൻലാൽ പൊളിക്കുമായിരിക്കും, അല്ലെങ്കിൽ എപ്പിസോഡ് കാണുമ്പോൾ നൂറയ്ക്ക് എന്നെ മനസ്സിലാവും. നൂറ നല്ല കൺഫ്യൂസ്ഡ് ആണ്. നൂറ പുറത്തിറങ്ങിയാൽ ബുദ്ധി ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ്. ഇനിയിപ്പം അതല്ല ഇത് തന്നെയാണ് സേഫ് എന്ന് തോന്നണേ, അതുകൊണ്ട് നടക്കട്ടെ, അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. സത്യത്തിൽ ആ പെണ്ണൊരു ക്രൂക്കിഡാണ്. ആ ക്രൂക്കിഡ് മെൻറ്റാലിറ്റി കൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ അതിൻ്റെ പേരൻസിനെ ഇല്ലാണ്ടാകേണ്ടി വന്നത്. നമുക്ക് സിബ്ലിങ്സും പേരൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഏറ്റവും ബ്ലെസ്സിങ് ആണ്. നമ്മൾ എത്ര പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാലും അവർ നമുക്കൊപ്പം വന്ന് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. അത് നിനക്ക് നിഷേധിക്കപ്പെട്ടതിൻ്റെ റീസൺ ആദിലയാണെങ്കിൽ അവളെയാണ് നീ നീക്കി നിർത്തേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ എന്താണ് നടക്കണമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എപ്പിസോഡ് റിവ്യൂവിൽ ഇത്രയേ ഉള്ളൂ. രാത്രി അവർ വീണ്ടും സംസാരിക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. നടന്നു. നൂറ ആകെ ഫെഡപ്പാണ്. കാരണം നൂറയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദില അവിടെ കളിക്കുന്ന ഗെയിം ഒന്നും നൂറയ്ക്ക് പിടികിട്ടുന്നില്ല. ആദില ശരിക്കും നന്നായിട്ട് അതിനകത്ത് കിടന്ന് അങ്ങനെ വിടകി കളിക്കുന്നുണ്ട്. നൂറ പക്ഷേ എല്ലാം എന്നോട് പറയൂ എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറം നൂറയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ആദില ശരിക്കും കളിക്കുന്നുണ്ട്. കളി മീൻസ് അതൊരു ജെനുവിൻ പ്ലേ അല്ല, നല്ല ക്രൂക്കിഡ് പ്ലേ ആണ് ആ പെണ്ണ് കളിക്കുന്നത്. അത് എന്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അറിയത്തില്ല. അവൾക്ക് പുറം ലോകത്തിരുന്ന ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ടെന്നുള്ള ആ ബോധം മറന്നുപോയി എന്ന് തോന്നണം. ഷാനവാസ് ഇനിയും സേഫ് സോണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും നഷ്ടപ്പെടുത്താതെ ആദില, നൂറ എന്ന 2 കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാനോ ആ ഭാഗത്ത് നോക്കാനോ പാടില്ലാതെ അവനവൻ്റെ ജോലി നോക്കുക. ഒരു എക്സ്പ്ലനേഷന് പോലും, ഒരു കംഫർട്ട് സോണിന് അനീഷിനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അനീഷ് ഓൾറെഡി മൈൻഡ് സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. നൂറ ഷാനവാസ് എന്ന വ്യക്തി എൻ്റെ സുഹൃത്തല്ല, ഞാൻ അങ്ങനെ സൗഹൃദം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അയാൾ അവിടെ നിൽക്കട്ടെ, ഞാനൊരു കണ്ടസ്റ്റൻ്റ് മാത്രമാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അനീഷ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സാധനം അക്ബർ എപ്പോഴോ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നതിനപ്പുറം കപ്പ് എന്ന ടാർഗറ്റിലേക്ക് പോകുന്നത് അക്ബറും അനീഷും മാത്രമാണ് അവിടെ. ബാക്കിയുള്ളവരൊക്കെ ഇത്രയും ദിവസം നിന്നത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ്. ആദിലയ്ക്കും നൂറയ്ക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ആദിലയോട് നൂറ പറയുന്നുണ്ട്, ഞാൻ പുറത്തേക്ക് പോയാലും നീ ഉണ്ടാകണം, നീ കപ്പും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലസും കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല പൂതിയാ മോളെ, ഒന്നും പറയാനില്ല. ചിലരങ്ങനെയാണ്, മൂഢസ്വർഗത്തിലാണ് ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ കിട്ടിയ അക്സെപ്റ്റൻസ് തന്നെ ഒരു ബോണസായിട്ട് മനസ്സിലാക്കുക. അത് അവരൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മനസ്സിലാക്കി തരുന്നത് കൊണ്ട് മാത്രം ഇതെങ്ങനെ മിഴുങ്ങുമൊന്നും വേണ്ട. പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും എന്താണെന്ന്. എൻ്റെ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും 99% ആൾക്കാർക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് എനിക്ക് അങ്ങനെയാണ് കമൻസ് വരാറ്. മെജോറിറ്റി അഭിപ്രായം അങ്ങനെ തന്നെ. LGBTQ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അവരെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കാം എന്ന് കരുതുന്നത് ആ കപ്പ ആണെങ്കിൽ അത് നടക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ആ വിഭാഗത്തിലുള്ളവർക്ക് പോലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ അത്രയും വേസ്റ്റ് ആൾക്കാരാണ്. നിങ്ങൾക്ക് 2 പേർക്കും നല്ല ഭ്രാന്താണ്, നല്ല അടിയുടെ കുറവാണെന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് വ്യക്തമാണ്. ആദില ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കുരുട്ടു ബുദ്ധികാരിയാണ്. ആ കുരുട്ടു ബുദ്ധി മറ്റേ പെൺകുട്ടിയുടെ ലൈഫ് നശിപ്പിക്കുക മാത്രമല്ല, കുടുംബത്തിൽ നിന്ന് അവളെ അകറ്റുകയും അവളെ ഈ രീതിയിൽ ഒറ്റപ്പെട്ട് നിൽക്കാനുള്ള ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സിൻസിയറായി അവളോട് നിൽക്കാതെ, അവൾക്കുള്ള സിൻസിയോറിറ്റി ഇല്ലാതെ ഇവൾ തന്നിഷ്ടപ്പെടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ബാഡ് ഇമ്പാക്റ്റ് അനുഭവിക്കേണ്ടി വരിക നൂറയും കൂടെ ആണെന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഇടയ്ക്ക് പ്രസവം വേറെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവളുടെ അണ്ടമെടുത്ത് എൻ്റെ വയറ്റിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചിന്തകളെന്നൊക്കെയാണ്. ഇതെന്തിനാണെന്നറിയാം, ആ പെൺകുട്ടി ജന്മകാലത്ത് വിട്ടുപോകാൻ പാടില്ല. അതാണ് മണ്ടബുദ്ധി എന്നല്ല, എന്താ പറയുക, സ്വന്തം പെറ്റുമായ. അതും അവൾക്ക് തന്നെ അറിയാം, വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം കിട്ടിയ മകളാണ് നൂറയെന്ന്. ആ കുട്ടി ആണ് താനെന്നും താൻ വിട്ടുപോരുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ അങ്ങേയറ്റം വേദനിക്കുമെന്നും തിരിച്ചറിവുള്ള അവക്ക് നിന്റെ അണ്ടമെടുത്ത് വായിക്കകത്തിട്ട് ആ വായിക്കകത്തിട്ട് മുട്ട വളർന്ന് കുഞ്ഞുണ്ടായാൽ അതിന് വേണ്ടിയിട്ട് നിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും പൊട്ടത്തിയാണ് ആദില എന്നുള്ളതാണ് സത്യം.
ഏതായാലും ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത രണ്ടെണ്ണം. പിന്നെ ആളുകളൊക്കെ ചുറ്റുമുള്ളപ്പം ഒരു വല്ലാത്തൊരു കൗതുകമൊക്കെ തോന്നും. ഇതൊക്കെ കഴിയുമ്പോൾ നിലത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാകും ചില കാര്യങ്ങൾ എന്ന് മാത്രം ഞാൻ പറയുന്നു. നിരന്തരമായി ഇത് പറയുന്നത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ട്, പലരും വന്ന് പറയുന്നുണ്ട്, പറയരുത് എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അവരതിനകത്ത് ഉള്ളടം വരെ ഞാൻ പറയും, അത് എൻ്റെ റൈറ്റ്സ് ആണ്, ഞാനത് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് പറയുന്നു എന്നതിനപ്പുറം നമുക്ക് അവരോട് പേഴ്സണൽ ഗ്രഡ്ജൊന്നുമില്ല. എൻ്റെ കുഞ്ഞമ്മയുടെ മോളോ അമ്മായിയുടെ മോളൊന്നും അല്ല ഇവർ രണ്ടുപേരും. പക്ഷെ അവർ കാണിക്കുന്നത് എന്താണോ അതിൽ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും. നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ, നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വരുത്തുകയും ചെയ്യും. കൂടുതൽ അപ്ഡേഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.